അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ എവിടെയാ ജോലി ചെയ്യുന്നത്? ഏത് ഡോക്ടറായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ ഹോമിയോപ്പതി പഠിച്ചതാണ്. BHS ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതി ആൻഡ് മെഡിസിൻ ആൻഡ് സർജറി. അത് പഠിച്ചത് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ 2018 ഞാൻ പഠിച്ച് ഇറങ്ങി. ആ വർഷം തന്നെ നമുക്ക് എഴുകുമ്പൽ എന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഇട്ടു. 6 വർഷമായി ആ ക്ലിനിക്ക് മുമ്പോട്ട് പോവുകയായിരുന്നു. ഇപ്പം നമുക്ക് നെടുങ്കണ്ടത്ത് ഒരു പുതിയ ക്ലിനിക്ക് ഇടാനുള്ള കൃപ ലഭിച്ചു. സിസ്റ്റർ ആയതിനു ശേഷമാണോ ഡോക്ടർ ആയത്? ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം 2010 ഞാൻ ഉടുപ്പിട്ട ശേഷം 11 കഴിഞ്ഞ് 2012 ഇത് പഠിക്കാൻ പോകുന്നത്. ഈ സമർപ്പിത ജീവിതവും ഡോക്ടർ എന്നുള്ള പ്രൊഫഷനും എല്ലാം എങ്ങനെയാണ് സിസ്റ്റർ മാനേജ് ചെയ്തു പോകുന്നത്? ഈ ഡോക്ടർ എന്ന ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് ഡോക്ടേഴ്സിനെ പോലെ നമ്മൾ അവിടെ അങ്ങനെയല്ല. നമ്മുടെ സന്യാസ ജീവിതത്തിൽ വരുമ്പോൾ അതിന് കൂടുതൽ അർത്ഥമുണ്ട്. നമുക്ക് സാക്ഷി ജീവിതം തന്നെ നയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫീൽഡാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ കാണുന്നത് അനുദിനവും കാണുന്നത് ഇങ്ങനെ രോഗികളും അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുന്നതിന് ശാരീരിക വേദന അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ദിവസവും. അപ്പോൾ നമുക്ക് അത് കൂടുതൽ ഈശോയുടെ കരുണ സ്നേഹം പകർന്നു നൽകാനും ആശ്വാസം പകരാനും നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ ഒരു സംസാരത്തിലൂടെയും എല്ലാം അനുദിന സാക്ഷ്യമേകാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഈശോയുടെ സ്നേഹം എത്തിച്ചെടുക്കാൻ ഈ ഒരു നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ഇടപെടലിലൂടെയും നമ്മുടെ സാന്നിധ്യത്തിലൂടെയും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സിസ്റ്റർക്ക് നമ്മൾക്ക് എല്ലാവർക്കും കുഞ്ഞിലെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, വലുതാകുമ്പോൾ ടീച്ചറാവണം, ഡോക്ടറാവണം. അങ്ങനെ ചെറുപ്പത്തിലെ ഡോക്ടറാണെന്ന് എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്കങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഡോക്ടറാണെന്നുള്ള ആഗ്രഹം അങ്ങനെ വന്നിട്ടില്ല. വലുതായിട്ടും 10ാം ക്ലാസ് വരെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം സഭയിൽ ചേർന്ന ശേഷം സഭാംഗങ്ങൾ അധികാരികളിലൂടെ ദൈവഗീതം വെളിപ്പെട്ടപ്പോൾ അവർ എന്നോട് പറയുകയും, അപ്പോൾ ചെറിയൊരു മടി ആദ്യം തോന്നിയെങ്കിലും അതിന് ഞാൻ പഠിക്കാൻ പോവുകയും ചെയ്തു. സിസ്റ്റർ, അപ്പോൾ ഡോക്ടറാകാൻ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതായിരിക്കുമല്ലോ. സിസ്റ്റർ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിനാണ്, അതിൻ്റെ ഓരോ സബ്ജക്റ്റുകളും ആദ്യ വർഷങ്ങളിലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട്. അപ്പം എന്നെ ശക്തിപ്പെടുത്തിയ 2 വചനമായിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും താഴ്മയോടെ നിൽക്കുന്ന അവിടെ നിന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അതുപോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ 2 തിരുവചനത്തിൽ ഞാനൊന്ന് അടിയുറച്ച് വിശ്വസിച്ചു. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ എക്സാം ഇതെല്ലാം വരുമ്പോൾ നമ്മളിത് ആവർത്തിച്ച് ഉരുവിട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് കിട്ടി. എക്സാം പാസ്സാകാനും ഈ പ്രൊഫഷനിലോട്ട് കയറുവാനും എന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ചാണ് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സിസ്റ്റർക്ക് സാധിച്ചതല്ലേ? പ്രാർത്ഥനയിലൂടെയും അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെയും എല്ലാം സഹകരണവും അവരുടെ എല്ലാ സപ്പോർട്ട്, അധികാരികളുടെ എല്ലാ സപ്പോർട്ടോടും എല്ലാവരും കൂടിയാണ് ഞാനിതിനെ എത്തിയത്. ഓക്കെ.